ബിരിയാണി കഥ. പണ്ട് പണ്ട് മുഗൾ രാജവംശകാലത്ത് നടന്ന ഒരു കഥ. മുഗൾ രാജവംശം തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്ന കാലം. തന്റെ ഭർത്താവ് ഷാജഹാനൊപ്പം ദിനരാത്രം യുദ്ധരംഗത്ത് പൊരുതുന്ന മുഗൾ സൈന്യത്തെ കണ്ട് അഭിനന്ദിക്കാൻ രാജ്ഞിക്കൊരാഗ്രഹം. അങ്ങനെ മുഗൾ രാജ്ഞി മുംതാസ് ഒരു ദിവസം സൈന്യത്തെ സന്ദർശിക്കാനായി ഇറങ്ങി. ഒരുപാട് സന്തോഷത്തോടെ സൈന്യത്തെ പ്രശംസിക്കാൻ പോയ രാജ്ഞി കണ്ടത് വളരെ ക്ഷീണിതരായ മുഗൾ സൈന്യത്തെയാണ്. അത് കണ്ടതും മുംതാസിന് സങ്കടമായി. ഇവരുടെ ക്ഷീണത്തിന് കാരണം പോഷക സമ്പന്നമല്ലാത്ത ഭക്ഷണ രീതിയാണ് എന്ന് രാജ്ഞി മനസ്സിലാക്കി. ഉടനെ തന്നെ ഇവരുടെ ക്ഷീണം അകറ്റാൻ നെയ്യും അരിയും ചേർത്ത് ഉഗ്രൻ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാജ്ഞിക്ക് പോലും അറിയില്ലായിരുന്നു അന്നവിടെ പാചകക്കാരൻ തയ്യാറാക്കിയത് പിന്നീട് പല നാടുകളിൽ പല രുചികളിൽ അറിയപ്പെടാൻ പോകുന്ന ബിരിയാണിയുടെ ആദ്യ രൂപമാണെന്ന്. പല രാജ്യങ്ങളും പല ദേശങ്ങളും കടന്നു വന്ന് ഇന്ന് ബിരിയാണി നമ്മുടെ ഇഷ്ട ഭക്ഷണമായി മാറി. നമ്മുടെ സ്വന്തം ബിരിയാണി. പറയാനുണ്ടായിരുന്നല്ല, സ്നേഹം കൂട്ടിക്കൊഴിച്ചും സ്നേഹം കൂട്ടിക്കൊഴിച്ചും പള്ള നിറച്ചും ബിരിയാണി തരണം മൈലാഞ്ചി മലപ്പുറം. പൊട്ടിക്കാം നമുക്ക്, ഇതിപ്പോ നാടകം പോലെ ആയിപ്പോയല്ലോ. ഒന്നുകൂടെ പൊട്ടിക്കാം നമുക്ക് ബിരിയാണി ചെമ്പ് നമ്മുടെ സ്വന്തം ആനി ചേച്ചിക്കൊപ്പം. ആനി ചേച്ചിക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് അപ്പോ ഇനി ഫ്ലോറിൽ കാണാം. നമസ്കാരം. ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ഒരു മൊമെന്റിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാട്ടിലാണ് വന്നിട്ടുള്ളത്. പറയുകയാണെന്നുണ്ടെങ്കിൽ വരുന്നവന്റെ മനസ്സിൽ തക്കാരം കൊണ്ട് വയറ് നിറയ്ക്കും, കൽബ് കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ച് കൊല്ലുന്ന ഒരു നാട്, സ്വാദിന്റെ നാട്. സ്വാദും സ്നേഹവും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വാരിക്കോരി തരുന്നൊരു നാട്. ഏതാണ് ആ നാട്? മലപ്പുറത്താണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അമൃത ടിവിയെ സംബന്ധിച്ച് ഇത് സ്പെഷ്യൽ ആയിട്ട് ഒരു മൊമെന്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് എന്റെ ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന ആനീസ് കിച്ചൺ, യെസ്, നമ്മുടെ അമൃത ടിവിയെ സംബന്ധിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരു വലിയൊരു റിയാലിറ്റി ഷോ ആണ് നമ്മുടെ ആനീസ് കിച്ചൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന, എന്നും കാണുന്ന, നമ്മളുടെയൊക്കെ വീട്ടിലെ ഒരു റിയാലിറ്റി ഷോ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോ ആണ് ആനീസ് കിച്ചൺ. ആനീസ് കിച്ചന്റെ ഒരു പുതിയ അധ്യായമാണ് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ആനീസ് കിച്ചന്റെ ഒരു കുക്കറി കോൺടെസ്റ്റ് ആണ്. അപ്പോ അത് ആദ്യമായി നടക്കുന്നത് മലപ്പുറത്താണ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് 20 കണ്ടസ്റ്റൻസ് ആണ്. നല്ല സുന്ദരിമാരായ അമ്മമാരും നല്ല സുന്ദരിമാരായ മക്കളും സുന്ദരന്മാരായ മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റ്. നമ്മളുടെ ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിലേക്ക് 20 കണ്ടസ്റ്റൻസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയാണോ? അപ്പൊ ഞാൻ മാത്രം ഇവിടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആരെയാ കാത്തിരിക്കുന്നേ? ആരെയാ? കേക്കുന്നില്ല. ആരെ? ആനി ചേച്ചീനെ. ആനി ചേച്ചി ഇല്ലാണ്ട് നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ആനി ചേച്ചി ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു കളിയില്ല. അപ്പൊ നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞു 20 കണ്ടസ്റ്റൻസ് എന്ന്. അപ്പൊ അമൃത ടിവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 20 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നാണ് ആ 20 വർഷത്തിലേക്ക് അമൃത ടിവി എത്തിച്ചത്. അതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ. അപ്പൊ ഈ 20 വർഷത്തിന്റെ സെലിബ്രേഷനിൽ
20 കുടുംബങ്ങളാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ആനീസ് കിച്ചൺ കുക്കറി കോntest പവർഡ് ബൈ മൈജി, co-powered by ഫ്ലോറ ഫാന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക്, അസോസിയേറ്റ് സ്പോൺസർ കേരള ദിനേശ്. അപ്പൊ ഒരുപാട് 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 സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ആനി ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മള് കാത്തിരുന്ന ആ ആളിവിടെ എത്തിയിരിക്കുകയാണ്. ആനി ചേച്ചിക്ക് ചേച്ചി ഭയങ്കര ആകാംക്ഷയോടെ ഇവരെല്ലാരും ചേച്ചിയെ കാത്തിരിക്കായിരുന്നു. എന്ത് സുന്ദരിയാ ചേച്ചി, ഭയങ്കര ഭംഗി. എന്താ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവര് പറയുന്നേക്കായിരുന്നു, ചേച്ചി കാണാൻ എന്ത് സുന്ദരിയായാലും. എന്താണ് ചേച്ചി ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അതാദ്യം പറ കേക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒരുപാട് നോക്കുന്ന എനിക്കൊരു ഭർത്താവ് തമ്പുരാൻ തന്നിട്ടുണ്ട്. അതാ അത് തന്നെയാണ് ഇതിന്റെ രഹസ്യം. അതെ, ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്ന രഹസ്യം അത് തന്നെയായിരിക്കും. അതെ, ഞാൻ ഏതൊരു സ്ത്രീയുടെയും മുഖത്തെ പ്രസന്ന, എന്താ പറയാ, ഒരു എന്താ പറയാ അല്ലേ, ആ ഗ്ലോയും ആ സന്തോഷവും ആ ഒരു നിറവും ശരിക്കും അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് ആ ഒരു സ്ത്രീയുടെ മുഖത്തുണ്ടാവുക. ചേച്ചി ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്ന ആകാംക്ഷ ഉണ്ടോ? ടിവിയിൽ മാത്രം ചേച്ചി ഇത്രയും നാളും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ആളുകള് ഇപ്പോ ഇവരെ ചേച്ചി നേരിട്ട് കാണുകയാണ്. അതുപോലെ തന്നെയാണ് ചേച്ചി മലപ്പുറത്ത് വന്ന് ചേച്ചിയുടെ പ്രേക്ഷകർ ഇപ്പൊ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിലാണ്. ഭയങ്കര പ്രൗഡ് ആയിട്ട് ഒരു മൊമെന്റ് കൂടെയാണ് നമ്മളെ സംബന്ധിച്ചല്ലേ. എനിക്ക് എന്നാന്ന് വെച്ചാല് ഈ പ്രൗഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അതെ, എനിക്ക് പ്രൗഡ് മൂവ്മെന്റ് ആന്ന് പറഞ്ഞു. അതെ, അതിനെക്കാട്ടിലും എനിക്ക് പറയാനുള്ളത് എന്നാന്നറിയോ, ഞാൻ അവരുടെ വീടുകളിലും അടുക്കളയിലും എല്ലാം എപ്പോഴും ചെല്ലുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ നേരിട്ട് കാണാൻ കിട്ടിയ ഒരു അവസരമാണ്, അത് ഞാൻ ഒരിക്കലും കളയുകയില്ല. എനിക്ക് ഈ അമ്മമാരും ഈ ചേച്ചിമാരും വെച്ച് തരുന്ന ഒരു വാ ചോറിനാണെങ്കിലും മലപ്പുറംകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നാന്നറിയാവോ, ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, അവരുടെ മനസ്സ് ഭയങ്കര വലുതാ. ശരിക്കും എന്താ പറയാ, ആ സ്നേഹം എന്ന് പറയുന്നതുണ്ടല്ലോ, ഭയങ്കര നിഷ്കളങ്ക സ്നേഹമാണ്. അവർക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ അറിയില്ല, തുറന്ന് സ്നേഹിക്കുന്ന ഒരു നാടായത്. അതുകൊണ്ട് ഞാൻ ഇവരെ കാണാനായിട്ട് ഞാൻ ഓടി വരിക ചെയ്തത്, അല്ലാതെ ഇവിടെ ജഡ്ജായിട്ട് വന്നിട്ടേ ഇല്ല. എനിക്ക് ബിരിയാണി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ കണ്ടാൽ മതി. സത്യം, അത് എനിക്കൊരു നിറവ് തന്നെയാ, ഇല്ലെന്ന് പറയുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? എന്താണ് ചേച്ചിക്ക് ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു ഡിഷിനെ കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി അതൊരു നിറവുള്ളൊരു ആഹാരം തന്നെയാ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മുതല് അതിന്റെ അവസാനം വിളമ്പുന്ന ടൈം വരെ പാളി പോവാൻ ചാൻസ് ഉള്ളൊരു ഡിഷാണെന്ന്. ശരിക്കും ഞാൻ ഈ അമ്മമാരോടെല്ലാം ചോദിക്കാം, ഞാൻ ഉൾപ്പെടെ പറയാം, നമ്മളിപ്പോ ബിരിയാണി എന്നല്ല, ഒരു ചമ്മന്തി ആയാൽ പോലും ഈ പാചകം നമ്മളൊരു
പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ച് മേശയിൽ വരുന്ന ഒന്ന് കഴിക്കുന്നിടം വരെ എല്ലാവർക്കും ടെൻഷനാ. എല്ലാം പാളാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഇന്ന് ബിരിയാണി എന്നല്ല, ചിലപ്പോ ഇന്ന് നമ്മൾ വെക്കുന്ന ബിരിയാണി ആയിരിക്കല്ല നാളെ വെക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇന്നതാ നല്ലതെന്നോ, പാളിപ്പോൻ ഇഷ്ടം പോലെ സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരിക്കലും ഞാൻ പറയല പാചകമല്ലേ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, പാചകം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒട്ടും എളുപ്പമല്ല അല്ലേ? അതെ അല്ലെ, സമ്മതിക്കുന്നില്ല എല്ലാരും. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം, നമ്മളൊരു പാചകം വെച്ച് നമ്മുടെ മേശയെ കൊണ്ടുവന്ന് വെച്ച് അവര് കഴിക്കുമ്പോ ഒരു നല്ല വർത്താനം വേണം. പിന്നെ അതെ, ഉണ്ടാക്കി വെച്ചേക്കണെന്ന് ചോദിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് തീരെ കൊള്ളതാണെങ്കിലും നാളെ നല്ലതായിട്ട് ചെയ്യണേന്ന് പറയുമ്പോ നമുക്കൊരു ഒരു സന്തോഷമാ. മറ്റത് അവർക്ക് ആ തീരെ അടുത്ത് നിന്ന് നമ്മൾ എത്രയോ സമയം മെനക്കെട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ട് ചെല്ലുമ്പോണ്ടല്ലോ, നമ്മുടെ ദേഹത്തെ ശരീരത്തിന്റെ ക്ഷീണവും അതൊന്നുമല്ല. എന്നാന്നോ, അവരുടെ ഒരു അപ്രിസിയേഷനിൽ നമുക്ക് ഇരട്ടി എനർജിയാ കിട്ടുന്നത്. നാളെയും അവർക്ക് വേണ്ടി പുതിയത് ഉണ്ടാക്കണം എന്നുള്ളൊരു സന്തോഷവും നിറവും ഒക്കെ ഒരു വരും, ആങ്സൈറ്റി എല്ലാം. പക്ഷെ അത് ചിലപ്പോ ഒരു വാക്കി പോവും, എന്നാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ തീർന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വീട്ടിലുള്ള ആണുങ്ങളോട് പ്രത്യേകിച്ച് പറയാ, മേശയെ കൊണ്ട് വെക്കുന്ന ഏതൊരമ്മയാണെന്നെങ്കിലും അവരെ അറ്റ്ലീസ്റ്റ് ഒരു പ്രശംസിക്കണം. ആ ഒരു നന്നായിട്ട് ചെയ്യണം. ഇതിലൊരു ഇന്ന കുറവുണ്ട്, അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരിക്കലും ആരോടും പറയരുത്. ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞു, അവിടെ കുറെ ഭർത്താക്കന്മാർ ഇരിപ്പുണ്ട് ചേച്ചി. ഞാൻ ആനി ചേച്ചി, നമുക്കിനി വഴിയെ ഓരോ കുടുംബങ്ങളെ പരിചയപ്പെട്ടു പോവാം. പക്ഷേ അതിനു മുന്നേ ആനി ചേച്ചി ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ല, വേറൊരാള് കൂടെ ഉണ്ടെന്നുള്ളൊരു ന്യൂസ് എനിക്ക് കിട്ടിയല്ലോ. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഇവർക്കൊരു ജഡ്ജല്ല. പക്ഷേ ഇതൊരു കോntest ആണ്, ജഡ്ജ് വേണം, നമ്മൾ അതിനു വേണ്ടി ഒരു റിസൾട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഏക ഒരു വ്യക്തി, അതെ, എന്റെ മനസ്സിലുള്ള ഏക ഒരു the one and only person, വേറെ ആരുമല്ല, the queen of Mapla cuisine. ആരായിരിക്കും? ഇപ്പൊ നമ്മൾ വലിയവരെന്നല്ല ചെറിയവരെന്നല്ല, അറിയാത്തവരാരും ഇല്ല. Let's welcome her. Let's welcome Abida Rashid. ആനി ചേച്ചി, the one and only best option അല്ലേ? അതെ, നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ ആള്. Yes, of course. അടിപൊളി ആളെയാണ് ചേച്ചി കൊണ്ടുവന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. മലബാറിൽ വന്നിട്ട് ഇത്തേ കാണാണ്ട് പോവാണ്ടിരിക്കാൻ പറ്റുമോ? അതും ഇങ്ങനെ ഒരു കോntest ഇവിടെ നടക്കുമ്പോ. നമുക്ക് കോntest എന്നല്ല, ഇത് ശരിക്കും ഒരു ഫാമിലി പേഴ്സൺ ആണ്. ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരാളോട് അങ്ങനെ സംസാരിക്കാനോ എനിക്കറിയില്ല. അതൊരു ഞാൻ പറയില്ലേ, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല കൽബില് തേനൊഴുകണ കോഴിക്കോടിന്റെ സ്വന്തം യെസ്. ഇതാ, എന്താണ് മലബാറിനെ പറ്റി ഞങ്ങളോട് പറയാനുള്ളത്? ഇവരുടെ സ്നേഹമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മയങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്ത പറ, ഇവിടത്തെ ആളുകളുടെ സ്നേഹം അത് കണ്ടുപഠിക്കേ. താങ്ക് യു. ശരിക്കും ഞാൻ പറയട്ടെ, അതിൽ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ഫംഗ്ഷൻസിനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ 1-2 ഫംഗ്ഷനേ ഉള്ളൂ. ബിക്കോസ് പുള്ളിക്കാരത്തിന്റെ പെരുമാറ്റം, നമ്മളോട് എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്, നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതി, ഇതെല്ലാം കാണുമ്പോൾ അഭിദത്ത നമ്മുടെ ഒരു ജീവന്റെ ഭാഗമായി മാറും. എനിക്കായി കേട്ടോ, സത്യം. ഇന്നിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആനി ചേച്ചിയോട് ചോദിക്കായിരുന്നു ബിരിയാണിയെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. ആനി ചേച്ചി പറഞ്ഞു. ഇനി ഇത്തയുടെ ഒരു വേർഷൻ നമുക്ക് കേൾക്കാം. മലബാറി ബിരിയാണി ഞാൻ പോയ എല്ലാ സ്ഥലത്തും ബിരിയാണി തന്നെയാ കേൾക്കുന്നത് അല്ലേ? അപ്പം ഐ തിങ്ക് ബിരിയാണിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയി നമ്മുടെ നാട്ടില്. നമ്മൾ പണ്ട് ഹൈദരാബാദി ബിരിയാണിയെ കേട്ടിട്ടുള്ളൂ. ഈ താഴത്തുള്ള മലബാറികളെ ബിരിയാണി ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതൊരു ബിരിയാണിയാക്കി മാറ്റാനുള്ള ഒരു ചാലഞ്ചിലാണ്. അതോടുകൂടി നിങ്ങളെല്ലാവരും ഇതിന് ജോയിൻ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാൻ റെഡി ആയിട്ട് വിത്ത് ഓൾ ദാറ്റ്, എന്താ പറയാ, ഓൾ റെഡി ടു ഡു ഇറ്റ്. ആ ഒരു അക്സെപ്റ്റൻസ് ഇവരിലെല്ലാം വന്നതാണ് എനിക്ക് ഇന്നുള്ള ഏറ്റവും വലിയ സന്തോഷം. 20 ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്.
എന്തോ ഒരു ഇടർച്ച സൗണ്ടിന്. ഇല്ല ഇല്ല ഇല്ല, ഒരു ഇടർച്ചയില്ല, കറക്റ്റ് പറയാൻ പറ്റും. നോ വറീസ്. 20 ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? അതെ, കോൺഫിഡൻസ്, ആ ജഡ്ജ്മെന്റ് ആരിൽ നിന്നായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, കറക്റ്റ് ആവുന്നത്. അതെ, ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും എത്രത്തോളം നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ ബെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവരെല്ലാരും അവരവരുടെ രുചിയിലാണ് അവർ വെക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസോ റൂൾസോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നാലും ബേസ് ആയിട്ട് അവർ തുടങ്ങുമ്പോൾ എന്തൊക്കെ റൂൾസ് അവർക്ക് പറഞ്ഞു, അവർ ആ ഒരു ബേസ് വെച്ച് തുടങ്ങട്ടെ. ആക്ച്വലി ഒരു വീട്ടിൽ അമ്മക്ക് ഉണ്ടാവുന്ന 4 മക്കളുണ്ടെങ്കിൽ 4 പോയി കഴിഞ്ഞാൽ 4 4 പാറ്റേണിലാണ് ഭക്ഷണം ഉണ്ടാക്കുക. ആ അമ്മ പഠിപ്പിച്ചതാണെങ്കിലും അത് മാറും. അപ്പൊ ഓരോ ടേബിളിലും വ്യത്യാസം ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അതാണല്ലോ ഇന്നത്തെ കോമ്പറ്റീഷന്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്നുള്ളത്. ഒരു ഡെഫിനറ്റ് ഡിസൈൻ ഫോർ ഇല്ല ഇതിന്. അവർക്ക് അറിയുന്ന തോതിലാണ് അവർ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് എനിക്കും വേണ്ടത്, അവർക്ക് അറിയുന്ന ബിരിയാണി ഉണ്ടാക്കുക. ബട്ട് ഓൺലി വൺ തിങ് എനിക്ക് പറയാനുള്ളത്, നാച്ചുറലായിട്ട് നമുക്കുള്ള സാധനങ്ങൾ ആഡഡ് ഫ്ലേവേഴ്സിലേക്ക് പോവാണ്ട്, നമ്മളിപ്പോൾ കോഴി എന്താണ് കോഴിയാണെന്ന് മനസ്സിലാവണം, അല്ലാണ്ട് അത് മസാലയെല്ലാം മാറ്റിയിട്ട് ഇത് കോഴിയാണോ മട്ടനാണോ നോക്കലല്ല വേണ്ടത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളെ മനസ്സിലെ കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അത് ശരിയാവും. പിന്നെ ആഡഡ് കളേഴ്സ്, ഞാൻ പറയുന്നില്ലേ, കളർ ഒരു വലിയ മാറ്റർ അല്ല. കളർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്, ബിരിയാണിക്ക് ഒരു കളറുണ്ട്, അത് ചുവപ്പ് പച്ചയൊന്നല്ലല്ലോ, ഒരു കളറാ. ആ കളർ എറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഉള്ളിയിൽ നിന്നാണ് കളർ വരുന്നത്. ആ ഉള്ളിയോ ആ പച്ചക്കറികളോ വരുന്ന കളറിൽ നിന്ന് അത് വന്നോളും. അതുകൊണ്ട് കളറ് ആരും ഉപയോഗിക്കരുത്. ഓവർ പവറിംഗ് ആയിട്ടുള്ള ഈ കേവര വാട്ടർ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്, എസെൻസുകളൊന്നും ഉപയോഗിക്കണ്ട. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടൽ എസെൻസിന്റെ ഫ്ലേവർ ആയിരിക്കും, നിങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് കട്ട് ഓഫ്. റൂൾസ് എല്ലാം പറഞ്ഞു, അവരെല്ലാം റെഡിയാണ്. ഈ കഷ്ടപ്പെടുന്നതിന് നേരത്തെ ഒരു പ്രശംസ, നല്ലൊരു വാക്ക് പറയണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ അവരിങ്ങോട്ട് അത് ഉണ്ടാക്കി ഗിഫ്റ്റ് കിട്ടും, അതൊന്ന് പറയണ്ടേ, എന്നാലല്ലേ പ്രോത്സാഹനമുള്ളൂ. എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നേന്നുള്ളത്. പിന്നെ അപ്പോ ഫസ്റ്റ് പ്രൈസ് സൂപ്പർനോവ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന 50,000 ആണ്. 50,000 റുപ്പീസ് ആണ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. ഒന്നാം സമ്മാനം. ഫസ്റ്റ് വാങ്ങിക്കുന്ന ആരായാലും എന്റെ ഷോയില് ഗസ്റ്റ് ആയിട്ട് ഞാൻ അവരെ വിളിക്കും. സന്തോഷം നോക്ക്. അതല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഗ്യാരണ്ടി. പൈസ പെട്ടെന്ന് തീർന്നു, പിന്നെ അല്ലാതെ ആരീനെ കൂടെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാല് അത് യെസ്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രൈസ് കോഴിക്കോട് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് നൽകുന്ന 30,000 റുപ്പീസ് ആണ് സെക്കൻഡ് പ്രൈസ്. തേർഡ് പ്രൈസ് സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന 25,000 റുപ്പീസ് ആണ് തേർഡ് പ്രൈസ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാല്ലേ കോമ്പറ്റീഷൻ? അപ്പൊ ഒക്കെ കാര്യം ചെയ്യാം. അബീതൊക്കെ തന്നെ അതിനൊരു എന്താ പറയാ ടൈം സ്റ്റാർട്ട് അല്ലെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അല്ല ഇത്ത ചേച്ചി ഒരു കാര്യം മറന്നുപോയി, ബാക്കിൽ ഒരു 4 ആൾക്കാർ ഇരിപ്പുണ്ട്, നമ്മൾ അവരെ മറന്നുപോയി. സോറി, എന്നോട് ക്ഷമിക്കണം, എന്റെ പിള്ളേര് ബാക്കിൽ ഇരിപ്പുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ കുട്ടികളാണ്, സിംഗേഴ്സ് ആണ് ഇവര്. മക്കളെ ചേച്ചിയോട് ക്ഷമിക്കണം, ആനി ചേച്ചിനെ ഇത്തരം കണ്ടപ്പോ ഞാൻ കുറച്ച് വാചകം അടിച്ചിരുന്നു പോയി. പിള്ളേരെ ചേച്ചി നമ്മൾ എന്നാലും മോളെ സ്വന്തം മക്കളെ മറക്കരുത്. സോറി ചേച്ചി, സോറി. അല്ല എനിക്കറിയാം, അമൃത ടിവിയില് ആനീസ് കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു ഷോ, ആനി ചേച്ചിയുടെ ഷോ നിങ്ങൾ ഏറ്റെടുത്ത പോലെ അല്ലേ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ നിങ്ങൾ ഏറ്റെടുത്തത്? യെസ്. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആണ്, ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർസ് ആണ് നിൽക്കുന്നത്. അപ്പൊ പാചകത്തിന്റെ ഒപ്പം വാചകം മാത്രമല്ല, കുറച്ച് പാട്ടും കൂടെ ആവാം. എന്ത് പറയുന്നു ഇത്താ? അതരക്കേടില്ല അല്ലേ? പാട്ടൊക്കെ കേട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ ധ്രുവ, അനുഷ്ക, നിവേദ് ആൻഡ് പാർവണ ഇവര് നിങ്ങളെ എന്റർടൈൻ ചെയ്യും. നിങ്ങൾക്ക് പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് ഇവിടെ അങ്ങോട്ട് ഇരുത്തുവര്. ഓക്കെ. So once again, welcome everyone to Annie's Kitchen Cookery Contest powered by MyG, co-powered by Flora Fantasia Amusement Park, associate sponsor Kerala Dinesh. അതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് സൂപ്പർനോവ ഫുഡ് പ്രോഡക്ട്സ്, സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് കോഴിക്കോട് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ്, തേർഡ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക്. എന്റെ വക ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. അപ്പൊ നമുക്ക് ഈ നിമിഷം തൊട്ട് നമ്മുടെ എന്താ പറയാ കോൺടെസ്റ്റിന്റെ സമയം തുടങ്ങുകയാണ്. ഏപ്രിലെല്ലാം ഇട്ട് എല്ലാരും റെഡി ആയിക്കോളൂ. അബീത ഒരു കൗണ്ട് ഡൗൺ കൊടുത്താലോ? ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിന്റെ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്. തനതിന്ന താന ദിന്ന താന ദിന്ന തെന്നിന്നോ തനതിന്ന
കുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ത താരാതിന്ത താരാതിന്ത തിന്തിന്നോ തനതിന്ത താരാതിന്ത താരാതിന്ത തിന്തിന്നോ മുളകരച്ചൊരുക്കിയ പറമീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടങ്ങണ്ണ് തുടിച്ചവനെ തനതിന്ത താരാതിന്ത താരാതിന്ത തിന്തിന്നോ തനതിന്ത താരാതിന്ത താരാതിന്ത പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ വലം കയ്യാൽ ഇടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പറക്കുന്ന മനപായസം മൂവാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് പാലം കയ്യാൽ ഇടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പറക്കുന്ന മനപായസം പൊഞ്ചക്കേട മടല് കുത്തി നറുനറെ അരിഞ്ഞിട്ടങ്ങുടച്ചൊരുക്കി പഴുക്ക പ്ലാവില കൊണ്ട് കയ്യിൽ കുത്തി ചൂടു കഞ്ഞി കുടിക്കുമ്പോൾ വിയർപ്പാറ്റാനടുത്തുവായോ പത്തിരിത്താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ പഴം പുളിശ്ശേരി ചാറിൽ വിളമ്പുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ തകതിന്ത താരാതിന്ത താരാതിന്ത തിന്തിന്നോ തനതിന്ത 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 താരാതിന്ത താരാതിന്ത തിന്തിന്നോ. ഞാനൊരു വായാടിയാണ്. എന്നെ എല്ലാവരും വായാടി എന്നാ വിളിക്കല്. പിന്നെ ഈ ഒരു പാചകത്തിനോടുള്ളൊരു കല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും, മധുര ഐറ്റംസും എല്ലാ ഇതും ഉണ്ടാക്കും. ചെറുപ്പം തൊട്ടേ ഉമ്മാനെ കുക്കിംഗ് കണ്ടാണ് വളർന്നത്. ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതിലൊരു ഇഷ്ടം എനിക്കും കൂടി. കുറെ കുക്കിംഗ് ക്ലാസ്സുകളിലും പരിപാടികളിലും പിന്നെ ഈ ചാനലുകളിലുള്ള പരിപാടികളൊക്കെ കാണും. ഉമ്മാന്റെ അനിയത്തിമാര്, അതായത് ഇളയമാരെ ഭക്ഷണം ഉണ്ടാക്കാൻ വന്ന് അവരത് കണ്ടുപഠിച്ചതാണ് ഞാൻ. അങ്ങനെ എനിക്കൊരു മത്സരത്തില് ഞാനൊരു പങ്കെടുത്തു. അതിൽ നിന്ന് എനിക്ക് 3rd പ്രൈസ് കിട്ടി. എനിക്ക് എൻ്റെ മോളെ തന്നെയാണ് ഞാൻ വിളിച്ചു. ഓള് വരാന്ന് പറഞ്ഞു, എന്നെ വിചാരിച്ചെൻ്റെ മോള് വരാന്ന് പറഞ്ഞു. പക്ഷേ മോളെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായി കണ്ട്. ഞാൻ 27ാമത്തെ വയസ്സിൽ അവള് ഹസ്ബൻഡ് മരിച്ച് 3 കുട്ടികളുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയി. അതൊക്കെ മറികടക്കുന്നത് ഞാൻ കുക്കിംഗ് വഴിയാണ്. പൊടിക്കൈകൾ ഇടുന്നതൊക്കെ ഞാൻ കണ്ടേ. ചേച്ചി മാത്രമേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനേ കണ്ടു. ഞാനൊന്ന് ഇളക്കട്ടെ, നിങ്ങൾക്ക് വാസന കിട്ടാനേ. ഇങ്ങനെ
ആ അതെ, ഒന്നുകൂടെ പാടിക്കേ. ഭയങ്കര എൻജോയ് ചെയ്താണ്. സത്യം ഭയങ്കര എൻജോയ് ചെയ്താണ്. പിന്നെന്താ ആക്ച്വലി അടുക്കളയിൽ കയറുമ്പോ പാട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പാട്ട് പാടിയാണ്. എനർജി അല്ലേ ഭയങ്കര. പിന്നെന്താ സത്യം ഇതൊക്കെ ആനീസ് കിച്ചണിലും ഉണ്ടായിരുന്നു, ഇപ്പൊ പാടുന്നില്ല ആരും. ഇന്നലെ കേട്ട പാട്ട് ഏതാ കുക്ക് ചെയ്യണ സമയത്ത്? ഇന്നലെ ചേച്ചി അടുക്കളയിൽ പോയപ്പോ എന്നാ വിശേഷം ഉണ്ടായിരുന്നു? ഞാനോ? ആ അത് ഇങ്ങനെ നമ്മള് എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അല്ല ശരിക്കും കേട്ടോ ഭയങ്കര. ഒരിക്കലും കരിങ്കല്ലില്ല, എല്ലാരും ചൊല്ലുന്നുള്ളൂ. ഏയ്, വെറുതെ ഇവിടെ പ്രത്യേകിച്ചില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഇത്താ. എനിക്ക് 4 മക്കളാണ്, 2 ആണും 2 പെണ്ണും. പിന്നെ ഹസ്ബൻഡ് പുറത്താണ്, കുവൈത്തിലാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആംബിഷന്. ഞാൻ ഉമ്മാൻ്റെ നിന്ന് പഠിച്ചിട്ടുള്ള ഒരുപാട് രുചിക്കൂട്ടുകളുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരാളാണ് എൻ്റെ മോളാണ്. അത് ഉമ്മ പറഞ്ഞത് കുറെയൊക്കെ ശരിയാ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാണെങ്കിലും ഉമ്മ എന്നെ വഴക്ക് പറയാറുണ്ട്. ഉപ്പ് പോരാ, മുളക് പോരാ, എല്ലാത്തിനും എന്നെ വഴക്ക് പറയാറുണ്ട്. ഉമ്മ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഉമ്മന്റെ ഭക്ഷണം അത് വേറെ തന്നെയാണ്. എൻ്റെ ഉമ്മാൻ്റെ നാട് തലശ്ശേരിയാണ്. ഉമ്മൻ്റെ സിസ്റ്ററൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. എനിക്ക് തോന്നുന്നത് അവരിൽ നിന്നൊക്കെ ആയിരിക്കും ഞാൻ കുറച്ചൊക്കെ ഇതൊക്കെ പകർന്നിട്ടുണ്ടാവാം. ഇപ്പൊ എനിക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ഉമ്മ പഠിപ്പിച്ച കാര്യങ്ങളും ഉമ്മ പഠിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ആനീസ് കിച്ചൺ കോntestൽ ഞങ്ങളും ഉണ്ടാവും. എന്താ ഇത്തടെ പേര്? എന്റെ പേര് ഫെബിന. ഫെബിന. എന്താ? റുസ്വിത. റുസ്വിത. ഓക്കെ. പൊരിച്ച ബിരിയാണിയാ? അല്ല, ഇത് പരട്ടി വെച്ചുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വെറുതെ ഫ്രൈ ചെയ്ത് സ്റ്റൈലാണ്. ഓ, 2 പീസ് വെറുതെ ഫ്രൈ ചെയ്ത് സ്റ്റൈലിന് വെക്കാൻ നമുക്ക് തരാൻ. നമുക്ക് തരാൻ. 2 പേർക്കായി. എന്തോ 2 കാലുണ്ട്, 2 പേർക്കായി. ഞങ്ങൾക്ക് 2 പേർക്ക്. ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. ഇത്തിക്ക് കുഴപ്പമുണ്ടോ? കാല് കിട്ടിയില്ലെങ്കിൽ പിണങ്ങുവോ? ഇല്ല പിണങ്ങില്ല, അത് അവൾക്ക് കൊടുക്കട്ടെ. ഒരു കാലം നിങ്ങൾ എടുത്തോ. പൊരിച്ച കോഴിയുടെയും മണം, അതായത് കോഴി. അതാണ് ഞാൻ പറഞ്ഞ പൊരിച്ച കോയിന്റെ മണം. മണം. കോയിന്റെ ഒന്ന് പറഞ്ഞിട്ടാ. കോയിന്റെ മണം, പൊരിച്ച കോയിന്റെ മണം. കോഴിക്കോട്ടുകാര് പറയുമ്പോ പൊരിച്ച കോയിന്റെ മണം. കോയിന്റെ മണം. ഓക്കെ, ആള് നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്താ ചെയ്യുന്നേ? പഠിക്കാൻ? ഡിഗ്രി പഠിക്കാണ്. ഓക്കെ. ഇത് പഠിച്ചോ? ഇതുണ്ടാക്കാൻ പഠിച്ചോന്ന്? അല്ല ഡിഗ്രി മാത്രോ? ആണോ പാചകമൊക്കെ? കൊടുക്കേ, ഇളക്കിക്കേ. ഇവിടെ നിന്ന് ഇനി ഡയറക്ഷൻ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ്. റെസ്റ്റ് എടുത്തോളൂ, ഇവിടെ നിന്ന് ഇളക്കട്ടെ. ഓക്കെ. ഞങ്ങളെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞോളാം. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫാമിലി അത്യാവശ്യം നല്ല ആൾക്കാരുള്ള ഫാമിലിയാണ്. അപ്പൊ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് കുക്ക് ചെയ്യല് ഉമ്മയാണ്. ഉമ്മാന്റെ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങൾ കഴിച്ചതിൽ വെച്ചിട്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഉമ്മ ഉണ്ടാക്കുന്നതാണ്. രണ്ടു ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ഉണ്ട് കട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ആനീസ് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ അവരൊക്കെ കാണും, അങ്ങനെ ഞാൻ വിചാരിച്ചു. അതിന്റെ അടുത്ത ദിവസമാണ് ഇതിന്റെ ഓഡിഷൻ നടക്കുന്നതും. എന്തോ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾ രണ്ടാളും ഇനി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണേ. അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം. മസാല ഉണ്ടാക്കണേ? അത് ചിക്കൻ ഉണ്ടാക്കി വെച്ചാണ്. ചോറ് ഊറ്റി വെച്ചിട്ട് മസാല ഉണ്ടാക്കി ചെമ്പിൽ തന്നെ. മോളെ പഠിപ്പിച്ച? മോളെ സിവിൽ സർവീസിന് പഠിച്ചു. ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചോ? സിവിൽ സർവീസിന് പഠിക്കാന്ന്. 2 കുട്ടികളും ഉമ്മയാണ്. സിവിൽ സർവീസ്, അതോടുകൂടി വെപ്പ് പണിയോ? നല്ലതാ, വെപ്പ് പണി നല്ല കാര്യം തന്നെയാണ്. ഞാൻ 70 ആൾക്കാർക്കൊക്കെ ഒറ്റക്ക് ഫുഡൊക്കെ ഉണ്ടാക്കും. 70-100 ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കും. അമ്പോ, 1-2 70 ആൾക്കാർക്കെന്നൊക്കെ. ടൂർ പോകുമ്പോഴൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അതെ.
അയ്യോ, ഇതേതൊരു ചെറിയ ഷെഫ്. ആദ്യം വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഏട്ടനായിരുന്നു ബിരിയാണി കുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിങ്ങനെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ ഞാൻ വാശിപ്പുറത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൊ ഏട്ടൻ ഉണ്ടാക്കണേക്കാൾ അടിപൊളിയായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അച്ഛനും ബിരിയാണി ഉണ്ടാക്കും, അമ്മയും ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിരിയാണിയുടെ സ്വന്തം നാണയം നമ്മുടെ മലപ്പുറത്ത് ആനീസ് കിച്ചൺ കോൺടെസ്റ്റ് നടക്കുന്നത് പറഞ്ഞത്. അപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കണ്ടേ, ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ. ഇന്ന് എന്റെ കൂടെയുള്ള എന്റെ മോനാണ്. അവന് പാചകത്തിനേക്കാൾ കൂടുതൽ വാചകടിയോടാണ് താല്പര്യം. ഞാൻ എപ്പോഴും ഇങ്ങനെ കലവിലാന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അമ്മ എന്നെ ഒച്ച ഓർക്കടാന്ന് പറഞ്ഞിട്ട് എപ്പോഴും വഴക്കറിയാറുണ്ട്. പാചകടിയാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. പേരെന്താ? സദുൽ രാജ്. ആഹാ, അറിയോ ബിരിയാണിയൊക്കെ വെക്കാൻ അറിയോ? സത്യം പറയൂ, അമ്മയെ സഹായിക്കുവോ അടുക്കളയില്? എന്നാ പറഞ്ഞ് സഹായിക്കും? സഹായിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോ കുഴപ്പമൊന്നുമില്ല, സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ ചെയ്തു? തക്കാളി അരിഞ്ഞു, ക്യാരറ്റ്, കക്കിരി. അതെ, അടുക്കളയിൽ കയറുമ്പോ അമ്മ വഴക്ക് പറയോ? ഒന്ന് പോയേ, ഞാൻ ചെയ്താന്ന്. ആ എക്സ്പ്രഷനിൽ എന്തോ ഒരു പന്തികേടില്ല ചേച്ചി. കുഴപ്പമുണ്ട്. ഇനി നിന്നാ കൊച്ചു നമ്മളെ തല്ലി. ഓക്കെ ചെയ്തോ. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ്. അതായത് നിങ്ങളൊക്കെ വിചാരിക്കുന്നേക്കാളും വലിയൊരു മെമ്പേഴ്സ് ഉള്ള ഫാമിലി. അപ്പം ഉമ്മൻ്റെ കൂടെ ചെറുപ്പം തൊട്ടിട്ടേ കുക്ക് ചെയ്യാനും ഇതിനൊക്കെ സഹായിക്കും. കുറേ ചെറിയ കുഞ്ഞു റെസിപ്പികളൊക്കെ ചെറുപ്പം തൊട്ടിട്ടേ നല്ലതായിട്ട് പരീക്ഷിക്കാനൊക്കെ ശ്രമിക്കാറുള്ള ആൾ തന്നെയാണ് കേട്ടോ. കുട്ടിക്കാലം തൊട്ടിട്ടേ അത് കണ്ടായിരിക്കാം ഈ കുക്കിങ്ങിനോടുള്ള പാഷനും കൂടുതലായിട്ട് വളർന്നു വന്നത്. അതിനോടൊപ്പം നമ്മളൊരു ഷോപ്പും കൂടെ തൃത്താല, ഞങ്ങൾ പാലക്കാട് ജില്ലയാണ്, ഇവിടെ പട്ടിത്തറ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം ആ തൃത്താല എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു കേക്ക് ഷോപ്പും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്റെ ഉമ്മക്ക് ഒരു കേക്ക് ഷോപ്പാണ്. ഒരു സമയം അവിടെ പോയിരിക്കലുണ്ട്. മോള് സ്കൂളിൽ വരുന്ന സമയത്ത് അവൾക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സമയമൊന്നും നമുക്ക് മീൻസ് ഞാൻ വീട്ടിൽ ഉണ്ടാവാത്തതുകൊണ്ട് അവൾക്ക് പറ്റിയത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് ചെറിയ രീതിയിൽ ഒക്കെ ചെയ്യാറുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ ഷെഫ് ആവുക എന്നാണ്. മോൾ എന്താ ചെയ്യുന്ന? പഠിക്കുന്ന? എത്രയല്ലേ? 7th. ഉണ്ടാക്കും ആള് പൊതുവെ കുക്ക് ചെയ്യോ എപ്പോഴും? പക്ഷെ എനിക്ക് കേക്ക് ഷോപ്പാണ്. അപ്പൊ എന്നും ഓരോ തിരക്കല്, രാവിലെ പോവും, വൈകിട്ടാവും, രാത്രിയാവുമ്പോൾ സ്കൂളിൽ വരുന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടാവില്ല. അപ്പൊ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൾ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ. ഇപ്പൊ ഞാൻ അവൾക്ക് ആവശ്യമുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പം തൊട്ടിട്ട് അടുപ്പത്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുട്ടികൾക്ക് കൊടുക്കുക. നമ്മള് പോകുമ്പോ വിളിച്ച് പറയും ഇന്നത് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയും. അപ്പൊ നമ്മള് ആ കുക്ക് ചെയ്യാൻ ഇഷ്ടം. വിവാഹത്തിന് മുമ്പ് എനിക്ക് ചായ, കാപ്പി അങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നുള്ളൂ. പക്ഷെ ആഫ്റ്റർ മാരേജ് ഞാനൊരു പ്ലാന്റേഷനിലാണ് എത്തിപ്പെട്ടത്. അവിടെ ധാരാളം ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടാവാറുണ്ട്. ചെറിയ പാർട്ടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ഒരിക്കല് ഗുലാബ് ജാമുനും ബിരിയാണിയും ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം വന്നു. അത് പക്ഷെ നല്ലൊരു ഹിറ്റായി മാറി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായി. അമ്മയുടെ ഡെസേർട്ട് എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ട്രൈ ചെയ്യാറ്. അത് ഞങ്ങൾ സത്യസന്ധമായി പറയും. നല്ലത് പറയും, ചീത്തതെന്ന് പറയും. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വലിയൊരു ആരാധകനാണ് എന്റെ മകൻ. അവൻ സത്യസന്ധമായ ഒരു അഭിപ്രായമാണ് എപ്പോഴും എന്റെ ഭക്ഷണത്തെ കുറിച്ച് പറയാറുള്ളത്. അവനാണ് ഇന്ന് എന്റെ കൂടെ മത്സരിക്കാനും ഉള്ളത്. പിന്നെ എനിക്കും കുക്കിംഗ് ചെറുതായിട്ടൊക്കെ അറിയാം. ഹോസ്റ്റലിലൊക്കെ ഞാനും ഫ്രൻസും കൂടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. കൂടെ ഒരാളുണ്ടല്ലോ. അതെ, വീട്ടിലടുക്കളയിൽ കയറാറുണ്ടോ? എന്റെ മുമ്പൊന്നും കയറാറില്ല. അവൻ ആവശ്യമുള്ളത് നൂഡിൽസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാപ്പി വേണമെങ്കിൽ ഓംലെറ്റ് ശേഷം ഉണ്ടാക്കി കഴിക്കും. ഞാൻ നോക്കട്ടെ ഇവന് പണി അറിയോന്നുള്ളത്. ഇപ്പൊ ടെസ്റ്റ് കുക്കർ ഒന്ന് പൂട്ടിയേ. ആ പ്രഷർ കുക്കർ ഒന്ന് പൂട്ടിയേ. സൂപ്പർ. അപ്പൊ അവന് പണി അറിയാത്തവർക്കൊന്നും കൂട്ടാൻ പറ്റൂല. കുറച്ച് പണി അറിയണം കുക്കർ പൂട്ടണമെങ്കിൽ. അതല്ലേ അമ്മ പ്രൗഡ് ഓഫ് യു എന്ന് പറ. അതെ, പ്രൗഡ് ഓഫ് യു. എൻ്റെ ബിരിയാണി ഓർമ്മകൾ തുടങ്ങുന്നത് എൻ്റെ ഉപ്പയിൽ നിന്നാണ്. ഉപ്പ സൗദിയിലെ ഷെഫായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് ലീവിന് വരുമ്പം അവിടെയുള്ള സലാഡിൻ്റെ ഒക്കെ ഡെക്കറേഷൻ പുസ്തകങ്ങൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ ലീവിന് വരുന്ന സമയത്ത് ഇവിടെ കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി വെക്കപ്പോൾ പോകാറുണ്ട്. അപ്പോൾ അവിടുന്ന് ബാക്കി വരുന്ന ബിരിയാണി നമുക്ക് കൊണ്ടുതരും. ഉപ്പയുടെ സ്വാദുള്ള ആ ഒരു ബിരിയാണി
എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടും മറ്റെവിടെ നിന്നും എനിക്ക് ആ ഒരു ബിരിയാണി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുന്നത്. ഉമ്മാന്റെ ബിരിയാണി എനിക്ക് അധികം കഴിക്കാൻ കിട്ടാറില്ല, ജോലി തിരക്ക് കാരണമായതുകൊണ്ടാണ്. പക്ഷെ ഉമ്മ വീട്ടിലുള്ളപ്പോഴൊക്കെ ഗ്രാൻഡ് ആയിട്ട് ഉമ്മ ബിരിയാണി ഉണ്ടാക്കി തരും. എനിക്കൊരു മകനും മകളുമാണുള്ളത്. മൂത്തത് മകളാണ്, മകൻ ചെറിയ കുട്ടിയാണ്. ഇപ്പോഴും അവൾക്ക് 13 വയസ്സാണ്. ഇപ്പൊ വീട്ടില് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഫുൾ ഹെൽപ്പും അവളാണ്. ഉമ്മ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ തന്നെയാണ് അടുക്കളയിൽ കയറാറ്. ഉമ്മ പഠിപ്പിച്ചു തന്ന രീതി വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ഞങ്ങളിതാ മലപ്പുറത്തിന്റെ സ്പെഷ്യൽ മലബാർ ബിരിയാണി ഉണ്ടാക്കാണ് കേട്ടോ. അടിപൊളി, സൂപ്പർ, യെസ്, നൈസ്. എന്താ ചെയ്യുന്നേ? ആളെന്താ ചെയ്യുന്നേ? ഞാൻ ഇനി 9th-ലേക്ക്. 9th-ലേക്ക്. ഓക്കെ. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുക്കിങ്ങിനൊക്കെ കൂടുവോ ഉമ്മയുടെ ഒക്കെ കൂടെ? വീട്ടിലും ഞാൻ ഉമ്മ ഇല്ലാത്തപ്പോ കുക്ക് ചെയ്യാറുണ്ട്. ആഹാ, അടിപൊളി. നിന്റെ കണ്ണ് കാണുന്നില്ലല്ലോ, ഒന്ന് മുഖം കാണട്ടെ ഞങ്ങള്. മുടിയൊക്കെ ഒന്ന് മാറ്റ്. ആ, ബിരിയാണി ഉണ്ടാക്കാന്നല്ലേ? ബിരിയാണി ഉണ്ടാക്കാന്നല്ലേ? ബിരിയാണി ഉണ്ടാക്കാൻ എന്ത് ബിരിയാണി ഉണ്ടാക്കുന്നേ? ചിക്കൻ ബിരിയാണി. ഓക്കെ. അറിയോ? ചിക്കൻ ബിരിയാണിയാണ്. അറിയോ? ചിക്കൻ ബിരിയാണി. ഉമ്മാന്റെ കൂടെ കൂടുവോ? അടുക്കള കയറുവോ? കേറ്റുവോ ഉമ്മ? ഉമ്മ സത്യം പറ ഉമ്മ. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്കുള്ളതറിയാം. അതുണ്ടാക്കൂ. കുറച്ച് കഴിയുമ്പോ മക്കളും ഉണ്ടാക്കിക്കോളും, കുഴപ്പമില്ല. കുക്കിംഗ് മാത്രമേ ചെയ്യുള്ളൂ? എന്തോ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയാൽ. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി തന്നാല് നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്. ചെറുപ്പത്തിൽ എനിക്ക് ഫുഡിനോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. കഴിക്കാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമായിരുന്നു. ഏറ്റവും എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ തീരെ വിചാരിക്കാത്ത ആള് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവർ പറയും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. എന്റെ കൂടെ ഈ മത്സരത്തിന് വന്നിട്ടുള്ളത് ചെറിയ മോളാണ്. അവൾക്ക് എന്നെ പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിന് വളരെ താല്പര്യമാണ്. എന്നെക്കാട്ടിയും ടേസ്റ്റിൽ അവള് കുക്ക് ചെയ്യും. അത് ഉമ്മ വെറുതെ പറയാണ്. ഉമ്മ തന്നെയാണ് ബെസ്റ്റ് കുക്ക്. നാട്ടിലും വീട്ടിലൊക്കെ ഉമ്മയുടെ ഫുഡിന് ഭയങ്കര ഫാൻസ് ആണ്. അത് നിങ്ങൾ ഷോല് വരുമ്പോ നിങ്ങൾക്ക് കാണാം. വീട്ടിലുള്ളവർ തന്നെ നമുക്ക് ഓർഡർ തന്ന് നമ്മൾ സെയിൽ ചെയ്തു തുടങ്ങി. ഇപ്പൊ മാഷാല്ലാ ഒരുപാട് സെയിലുണ്ട്. വീട്ടില് വെച്ചിട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. കേക്ക്, സ്നാക്സ്, അങ്ങനെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന എല്ലാ ഐറ്റംസും ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ഇത്തയുടെ പേരെന്താ? എന്റെ പേര് ജെസ്സി കബീർ. ഓക്കെ. ഇത്തതിനകത്ത് എന്നൊക്കെ സ്പെഷ്യൽ ആയിട്ടിരിക്കുന്നത് ഞാനൊക്കെ നാടൻ ഐറ്റംസ് ആണ് ചെയ്തിട്ടുള്ളത്. നാടൻ വെളിച്ചെണ്ണ, നാടൻ നെയ്യ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാ, നാടൻ കുരുമുളക്, അങ്ങനെ പരിശോധിക്കുന്നു. വീട്ടിലുണ്ടാക്കിയ നെയ്യ് എനിക്കൊന്ന് കാണണം. മനസ്സിലായോ? വല്ലോ നല്ല സ്മെല്ലുണ്ട്. അതെ, പാല് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ കുറച്ചെടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഇടുമ്പോ ഞാൻ ഉണ്ടാക്കും, പിറ്റത്തെ പ്രാവശ്യം പേരക്കുട്ടി കൊടുത്തേക്കും അബുദാബിയിലേക്ക്. ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്വന്തമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഓർഡർ എടുത്ത് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വീട്ടിലുമ്മ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാനും ഇടയ്ക്കടുത്ത് കഴിക്കാറുണ്ട്. ചട്ടിപ്പത്തിരി, ചിക്കൻ പോള, ഉണ്ണിയപ്പം, നെയ്യപ്പം, കലത്തപ്പം. എപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകം ചെയ്യാൻ. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് 4 ആൺകുട്ടികളാണ്. അവരൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. ഉമ്മയാണ് എന്നെ കോൺടെസ്റ്റിലേക്ക് വരാൻ വേണ്ടി വിളിച്ചത്. എന്റെ ഏറ്റവും ചെറിയ ചെല്ലക്കുട്ടിയാണ് എന്റെ കൂടെ മത്സരിക്കാനുള്ളത്. ഇതാരാ ഒളിച്ചിരിക്കുന്നേ? ഹലോ. ഏറ്റവും ചെറിയ ഷെഫ്. അതെ. എന്തായി? എവിടം വരെയൊക്കെ ആയി? കുറച്ചൊക്കെ ആയി. കുറച്ചൊക്കെ ആയി. ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? എന്തൊക്കെ? ഉള്ളി പൊരിച്ച്, പിന്നെ ഇനി എന്തുമായിരിക്കും അമ്മ ചെയ്യുന്നത്? അടുത്തൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്തതൊക്കെ മനസ്സിലായി. ഉള്ളി വെട്ടാൻ പോകും. ഉമ്മാന്റെ കൂടെ പണിയെടുക്കുന്നുണ്ടോന്നുള്ളത് 4 ആൺകുട്ടികളാ. പറ്റേ പഠിച്ചോ? ഓക്കെ. എനിക്ക് പാചകത്തില് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അമ്മയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അമ്മയും നന്നായി കുക്കൊക്കെ ചെയ്യും. അത് കണ്ട് പിന്നെ കൂടുതൽ കുക്ക് ചെയ്യണതിനോടൊരു താല്പര്യം തോന്നി. അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണ്, എപ്പോഴും ഉണ്ടാവില്ല. എല്ലാരും പറയുന്നുണ്ട് അത്.
അമ്മയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ കുറെ ഫുഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ഈ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കലുണ്ട്. കുക്കിങ്ങിനോട് കൂടുതൽ താല്പര്യം കൂടെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് ഇങ്ങനെ ഒരു കുടുംബശ്രീയിൽ നിന്ന് ഇങ്ങനെ സ്വയം സംരംഭകർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് മോൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അതുമായിട്ട് അവരായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്കൊരു സംരംഭത്തിലൂടെ തുടങ്ങാറുണ്ട്. അങ്ങനെ അതിൽ കൂടിയാണ് ഞാനൊരു എന്താ പറയാ ഹോം സ്റ്റേ തുടങ്ങിയത്. അപ്പൊ ഞങ്ങളങ്ങനെ ടൂറിസം തുടങ്ങി നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് ഫുഡിന്റെ കാര്യത്തിലും ആ ആംബിയൻസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മോൻ ഈ താല്പര്യം കണ്ടപ്പോഴാണ് അവന്റെ മുഖേനയാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയതും ഞാൻ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടെ വിളിച്ചപ്പോൾ എനിക്കത് കിട്ടുകയും ചെയ്തു. അപ്പൊ കൂടെ ഒരാളും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ അത് പിന്നെ മോനെ തന്നെ ആക്കാം. എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. പറയൂ ചേച്ചി. പറയട്ടെ? നമുക്കൊരു കളി കളിക്കാം. എന്നോടൊരു ചോദ്യം ചോദിക്കണം. എന്താ പാചകമൊക്കെ അറിയോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കേ. പാചകമൊക്കെ അറിയോ? കുറച്ച്. അതെന്താ കുറച്ച്? പെട്ടുപോയതാ. അതെന്താ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞേ പെട്ടുപോയി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പെട്ടുപോയ ഒരാളാണ് ഈ നിക്കുന്നേ. അല്ലല്ല, ആദ്യം കുറച്ച് ദിവസമൊക്കെ ചെയ്യലുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അമ്മന്റെ കൂടെ തന്നെ ആണല്ലേ? അമ്മയുടെ ആ ഡയലോഗ് എന്താണ്? അമ്മ പറയുന്ന ഡയലോഗ് ഈ പെട്ടുപോയി എന്നുള്ളിൽ തോന്നാൻ കാര്യം അമ്മ ഏത് ഡയലോഗ് പറഞ്ഞപ്പോഴാ സംഭവിച്ചേ? അങ്ങനെയല്ല, ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യണല്ലോ. ചോറിന് വെള്ളം കൊണ്ടു തരിക, എല്ലാ സാധനങ്ങളും ഒരുക്കി തരിക. എനിക്ക് രാവിലെ അവന് നേരത്തെ ടിഫിൻ വേണം. അപ്പൊ എനിക്കുള്ള എല്ലാ സാധനവും അടുക്കളയിലെല്ലാം റെഡി ആക്കിയിട്ടാണ് അവന് കിടക്കാൻ പോകുന്നതിന്റെ മുന്നേ എനിക്ക് ചെയ്തു തരും. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ 2 മക്കളെ, ഹസ്ബൻഡ്, ഇങ്ങനത്തെ ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ മലപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും ഫാമിലി, എൻ്റെ ഉമ്മിപ്പൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളെ വീട്ടിൽ ഉമ്മ തന്നെയാണ് ഫുഡിൽ എക്സ്പെർട്ട്, നല്ല കുക്കാണ്. വീട്ടിൽ എന്തൊരു ഫുഡ് ഉണ്ടാക്കിയാലും സഹായത്തിന് എൻ്റെ കൂടെ ഒരാളുണ്ടാവലുണ്ട്. അതിൻ്റെ മോളാണ്. ചുളിവിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യല്. പിന്നെ അതെനിക്കൊരു ഹോബി ആയിട്ട് മാറി. ഞാൻ എന്തെങ്കിലും നന്നാവാഞ്ഞാൽ അതിനും മോള് ഒക്കെ പറയലുണ്ട്. സ്കൂളിൽ ഉമ്മാൻ്റെ ഫുഡ് ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാവലുണ്ട്. ചിലരെല്ലാം വിളിക്കുകയൊക്കെ ചെയ്യും റെസിപ്പി എല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാനും ഉമ്മാൻ്റെ കൂടി ജയിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ആനീസ് കിച്ചണിൽ ഞങ്ങൾ എത്തിയത്. മോള് യൂണിഫോമാ? പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? ഇതിലാരാണ് ഉമ്മ? ചേച്ചിയാണോ അനിയത്തിയാണോ? അതെ. ആരാ ബിരിയാണി വെക്ക, ഉമ്മയാണോ മോളാണോ? അടുക്കള കയറലുണ്ട്? അതുണ്ട്. ചോദിക്കൂ. ഇപ്പം അതൊന്ന് മുറിച്ചേ. ഇത് കുറച്ച് ഹാർഡുള്ള സാധനം. എന്നാലും വേണ്ടില്ല, കത്തി കുറച്ച് കനം കൊടുത്താ മതി. മൂർച്ചുള്ള കത്തിയല്ലേ? അല്ല, ഇതിങ്ങനെ മുറിച്ചാ വന്ന പുതിയ അപ്പളം മടങ്ങി പോകുന്ന പറയാ. അത്രയും നേരം ഉണ്ടാവില്ല. നീളത്തിലെടുക്കേ, ഒന്ന് എടുക്കേ. എന്താ പറഞ്ഞ വന്ന പുതിയ അപ്പളം മടങ്ങി പോകുന്ന ഞങ്ങള് പറയാ. മടങ്ങി പോകുന്ന എല്ലാ മക്കളെ നന്നായിട്ട് മുറിച്ച് കാണിച്ചു കൊടുക്ക്. പുതിയാപ്പിള കയ്യെല്ലാം കഴുകി മേശയിൽ കാത്തിരിക്കും ഭക്ഷണം ഇപ്പൊ വരുമെന്ന്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഷെഫ് ആവാനായിരുന്നു. പക്ഷെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഷെഫ് ആവാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഞാനിപ്പോ തീർക്കുന്നത് ഓരോ ഡിഷസും ബിരിയാണിയും മക്കൾക്കായാലും എല്ലാവർക്കും വീട്ടുകാർക്കൊക്കെ ആയാലും ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. സത്യം പറയാലോ, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എന്റെ മടി മാറ്റാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് എന്റെ അമ്മയാണ്. ആനീസ് കിച്ചൺ കുക്കറി കോntest ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ മോളും. ഇത് അമ്മയും മോളും ആണോ, ചേച്ചി അനിയത്തിയാണോ? അല്ല, പ്ലാൻ ചെയ്തോ ഇങ്ങനെ കോntestന് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ഒരേപോലത്തെ ഡ്രസ്സ് നമുക്ക് ഇടാന്ന് അപ്പൊ തന്നെ പ്ലാൻ ചെയ്തു. അമ്മയും മോളും ബെസ്റ്റ് ഫ്രണ്ട്സാ? ആ ഒരു വൈബ് അവരിൽ ഫീൽ ചെയ്യുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടം? അങ്ങനെയല്ല, എല്ലാതും ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, എന്നാ മോൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? മോള് അധികം ഉണ്ടാക്കി തരാറില്ല, കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. ഇന്ന് മുതൽ ഞാൻ അമ്മയുടെ ഇതേമാതിരി ഉണ്ടാക്കൂന്ന് പറയട്ടാ. ഇന്ന് കണ്ടുപഠിക്കുന്നില്ലേ? ഇന്ന് മുതൽ ഞാൻ
ഭക്ഷണം വീട്ടില് ഉമ്മാന്റെ കൂടെ ഉണ്ടാക്കി പഠിക്കും. ഭക്ഷണം വീട്ടിൽ ഉമ്മാന്റെ കൂടെ ഉണ്ടാക്കി പഠിക്കും. ബിരിയാണി ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നു ഞാൻ. ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് എൻ്റെ ഭർത്താവിനാണ് കൊടുത്തത്. അദ്ദേഹം കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹം എൻ്റെ ബിരിയാണിയുടെ കട്ട ഫാനാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയാണ് മെയിൻ കുക്ക്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ അവിടുത്തെ ഉമ്മയാണ് കുക്കിംഗ് ചെയ്യാറ്. അവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ റോള്. അവരുടെ കൈപ്പുണ്യം കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഇതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യത്തിലും വെപ്രാളമുള്ള ഒരാളുണ്ട്, അതെൻ്റെ മോളാണ്. പക്ഷെ കുക്കിങ്ങിൽ അവൾ അത് കാണിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. ഇനി ഞാനും ഉമ്മയും കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പൊരിച്ച ബിരിയാണിന്റെ മണം ആണോ? പൊരിച്ച കോയിന്റെ പൊരിച്ച കോയിന്റെ ബിരിയാണി ആണോ? പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ്. ഹാഫായിട്ട് പൊരിച്ചത്. പാട്ടൊക്കെ പാടുവോ? ഇല്ല, അങ്ങനെ കഴിവൊന്നുമില്ല. ഉമ്മ പാടും എന്നെക്കാടും. ഉമ്മ പാടുവോ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. മതി, സൂപ്പർ, അടിപൊളി. ഞാൻ വീട്ടിൽ വെക്കുന്ന ബിരിയാണി എന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരു പറയല് ബിരിയാണി ഉണ്ടാക്കാനാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉമ്മന്റെ ബിരിയാണി അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ തന്നെയാണ് എന്റെ ബിരിയാണിയുടെ ജഡ്ജ്മെന്റ്. ഉമ്മന്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗേറ്റ് തുറക്കുമ്പോ തന്നെ ആ ഒരു സ്മെല്ലാ. അതിപ്പോ ആരാണെങ്കിലും നമ്മളെ വീടിന്റെ മുന്നിലുള്ള ഫ്രണ്ടിലത്തെ കടയിൽ കയറുവാണെങ്കിൽ ആ സ്മെല്ലെത്തും. കാരണം അത്ര സ്മെല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം എന്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടത് ഒരു എഗ്ഗിന്റെ ഒരു സ്നാക്സ് ആയിരുന്നു. ഇപ്പൊ അത് എന്റെ കൂടെ ഇല്ല. അത് ആസ്വദിച്ച് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് 5 പെൺകുട്ടികളാണ് പഠിച്ചാൻ തന്നത്. അതില് 5ാമത്തെ മോളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഞാൻ കുറച്ച് സീക്രട്ട് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്നലെ നീറ്റായിട്ടൊക്കെ വെച്ചേക്കും. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അതെനിക്ക് ഇഷ്ടായി. അതൊന്നുമല്ല, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയും സമയം എടുത്തിട്ട് അത് ചെയ്തത്. ശരിക്കും ആലോചിച്ചു, കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ് അല്ലേ? അതാണ് ഒരാൾ പണി എടുക്കുന്നതും ഇല്ലാത്തതൊക്കെ കണ്ടാ മനസ്സിലാവും. അല്ല, ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ എന്നോട് പറഞ്ഞു പോലും വരുമ്പോ എനിക്കൊരു പണിയില്ലാന്ന് വിചാരിക്കുമെന്ന്. പ്രഡിക്ഷൻ ഉണ്ട്. അല്ലേ ചേച്ചി, ഞാൻ വന്നിട്ട് നല്ല ഭംഗിയിൽ ഒരുക്കിയത്. അത് അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാണ്. അപ്പൊ തന്നെ സ്പോട്ടില് ഗാർണിഷൊക്കെ നോക്കട്ടെ പ്രസന്റേഷൻ എങ്ങനെ വരും നോക്കാം. അതെ, യെസ്. എനിക്ക് ചെറുപ്പം തൊട്ടേ സ്പൈസസിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ നാടൻ രീതിയിൽ എന്ത് ചെയ്യണോ അതിനോടും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ വീട്ടിൽ ഇടിക്കുക, ഔലോസ് പൊടി, അവില്, ഇതൊക്കെ പഴയ കാലത്ത് തന്നെ ഉരലിലിട്ട് ഇടിക്കണതൊക്കെ കണ്ടു വളർന്ന ഒരാളാ. ഉമ്മ പറയുന്നത് കേട്ടല്ലോ, പഴയ കാലത്ത് തന്നെ ഉമ്മക്കുള്ള ആ ഒരു പാരമ്പര്യത്തിന്റെ കുറച്ചെങ്കിലും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാന് അതെല്ലാം സ്വന്തം ചെയ്ത് ഒരു ചെറിയ സംരംഭകയായി മാറിയിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ചെറുപ്പം മുതലേ തന്നെ ഉമ്മാന്റെ കുക്കിംഗ് വളരെ ക്രേസോട് കൂടെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ തന്നെ പിന്നെ കുറേയൊക്കെ ആയിട്ട് ഞാനും ചെറുതായിട്ടൊക്കെ ചെറുപ്പം മുതലേ ചെയ്തു തുടങ്ങി. പിന്നെ നല്ല രീതിയിൽ പുതിയ പുതിയ ഡിഷസൊക്കെ, വെറൈറ്റി ഡിഷസൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിലും ഉപരി ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് തരണം ചെയ്തു വന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ഫ്രെയിമിൽ ഇപ്പോൾ ഞാൻ ഇരിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അതെങ്ങനെ മനസ്സിലായി? മസാലന്റെ പണി കഴിഞ്ഞല്ലോ, അപ്പൊ തന്നെ മനസ്സിലായില്ലേ? അതാണ് ഫസ്റ്റ് ജഡ്ജ്മെന്റ്. നമുക്ക് പോലെ മനസ്സിലാവും. അങ്ങനെ ഒരു വാക്ക് കിട്ടിയപ്പോ മനസ്സ് നിറഞ്ഞ്. ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നു
വരലില്ല. ആനീസ് കിച്ചണീക്ക് എന്ന് പറഞ്ഞപ്പോ അവൾക്ക് നിങ്ങളൊക്കെ കിച്ചൺ ആണോ? എന്താ എന്താ ഇതോടുകൂടി ആനീനെ കണ്ടിട്ടെങ്കിലും ഒന്ന് നന്നാവട്ടെ. ഞാനെപ്പോഴും ആബിദാന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ കണ്ടപ്പോ പറയാ ഉമ്മ അങ്ങനെയൊക്കെ ചെയ്ത് അവള് കോളേജില് വർക്കൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി. ഉമ്മ പ്രൈസ് ഒന്നുമല്ല കാര്യം, അങ്ങനെ ഒരു വേദിയിലല്ലേ നല്ല കോൺഫിഡന്റ് ചെയ്യേ. എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഞാൻ അതിൽ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കൊണ്ട് ഒരു എള്ള് ചിക്കൻ എന്ന് പറയുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കി. അപ്പോൾ അത് ആ വീഡിയോക്ക് നല്ല റീച്ചും കിട്ടി. അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. അവൻ എന്നോട് പറഞ്ഞു നല്ല രസമുണ്ടല്ലോ ഈ ചിക്കന്. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് വന്നു, ഈ ചിക്കൻ എങ്ങനെ കിട്ടുക, നിങ്ങൾ സെയിൽ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, എന്നാൽ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം റേറ്റും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫുഡിന്റെ ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ കാറ്ററിംഗ് സർവീസ് തുടങ്ങി. എൻ്റെ അമ്മക്ക് സ്കൂളിൽ ഉണ്ടായി തരുന്ന ഭക്ഷണം എനിക്ക് അവിടെ നിന്ന് കിട്ടാറില്ല. ഞാൻ അവിടെ നിന്ന് കൈയ്യേക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അടുത്ത് കഴിക്കലാണ്. അത്ര നൈസായ ഫുഡായതുകൊണ്ട് എൻ്റെ ചങ്ങായിമാരെ അടുത്ത് ഞാൻ കഴിക്കും. എൻ്റെ വീട്ടിലാണെങ്കിലും കാറ്ററിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും എൻ്റെ മോനാണ്. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിൽ 2 പേർക്ക് പങ്കെടുക്കാമെന്ന് കേട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ ആളാണ്. അതാരുമല്ല, എൻ്റെ മോൻ തന്നെയാണ്. അയ്യോ, ഇതെന്താ ഈ പാത്രത്തില്? വേറെ ആർക്കും ഇങ്ങനത്തെ പാത്രം വെറൈറ്റി. അതിന്റെ എങ്ങനെ അലുമിനിയം ചെമ്പിൽ വെക്കാനാ ഞാൻ സെയിൽ ചെയ്യണ ബിരിയാണി ഇങ്ങനെ. ഇവിടെ ഈ ചെമ്പ് ഇവിടെ വെച്ചപ്പോഴേ അബിത അവിടുന്നോണ്ടൊരു ടെൻഷൻ പറഞ്ഞു, ഇതെന്താ ഈ ബിരിയാണി ഇങ്ങനെന്നൊക്കെ. അബിത, ഇതുമായിട്ട് എന്താണ് ബന്ധം പറഞ്ഞേ? സാധാരണ ഇങ്ങനത്തെ ചെമ്പിലാണ് ദം ബിരിയാണി ഉണ്ടാക്കുക. ഇങ്ങനെ ആകുമ്പോ കുപ്പിക്കഴുത്തുള്ള ചെമ്പ് എന്നതിന് പറയാ. കുപ്പിക്കഴുത്തുള്ള ചെമ്പ്, കുപ്പിക്കഴുത്ത് ഉള്ള ചെമ്പ് എന്നാണ് ഇത് പറയാ. പണ്ട് കാലത്ത് ഈ ഒരു ഷേപ്പിലുള്ള ചെമ്പിലാണ് ബിരിയാണി വെക്കുക. ഓനെന്ത് ചെയ്തു കൊടുക്കും? ഉമ്മയ്ക്ക് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കോ? സാധനം വാങ്ങിച്ചു കൊടുക്കും. പർച്ചേസ് ചെയ്തോണ്ടിരാ. അറിയോ ബിരിയാണി കുറച്ചൊക്കെ ഉണ്ടാക്കാൻ? 1 കിലോ ഒക്കെ തന്നാ ചെയ്യും? ഉമ്മാനൊപ്പം കൂടിയാണ്ട് ചെയ്യും. ഉമ്മയോടൊപ്പം കൂടിയാണെങ്കിൽ ഞാൻ ചെയ്യും. ഉമ്മ പറഞ്ഞ അനുസരിച്ച് ചെയ്യൂല്ലേ? പിന്നല്ല. ഞങ്ങളുടെ തറവാട്ടില് എല്ലാവരും ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ബിരിയാണി. ബിരിയാണിയുടെ കൂടെ ഞാൻ കേക്ക്സും ഉണ്ടാക്കുന്നുണ്ട്. 2 എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്. ഞാനൊക്കെ പറഞ്ഞാല് നമ്മൾ ഈ ഭയങ്കര ടയേർഡായാൽ ഒന്നും ഉണ്ടാക്കാനോ ഒന്നും നിൽക്കൂല. പക്ഷെ ഉമ്മ എന്ന് പറഞ്ഞാല് എത്ര ടയേർഡായാലും ആള് എന്തുണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും ലൈക്ക് കുക്ക് ചെയ്യാനൊക്കെ റെഡിയാണ്. വീട്ടിൽ നിന്നാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടീവായിട്ട് മോളും മോനും കൂടെ തന്നെ ഉണ്ട്. ഇന്ന് കൂടെ വന്നിട്ടുള്ളത് എൻ്റെ മോളാണ്. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിരുന്നു അവൾക്ക് ഇഷ്ടം. ഇപ്പൊ അങ്ങനെയല്ല, അവളും കുക്ക് ചെയ്യും. പ്രൊഫഷൻ കൊണ്ട് ഞാൻ ഡോക്ടർ ആണെങ്കിലും പാഷൻ കൊണ്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാനും അതേപോലെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, കുഞ്ഞു അരിയൊക്കെ കഴുകുന്ന പണി അറിയോ? അവളൊന്നും മുറിക്കുന്ന ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് കത്തി പിടിച്ചാ ഞാൻ പറയാം. എന്റെ ഉമ്മ സത്യം ഞാൻ അല്ല, പിച്ചാത്തി കൈ കൊണ്ട് പിടിച്ചാ പറയാന്ന് പണി അറിയോ ഇല്ലേന്ന്. ഇച്ചിരി സ്റ്റൈലിലൊക്കെ പിടിച്ചോണെങ്കിൽ കൈ മുറിക്കല്ലേ? ഉണ്ട്, കത്തി പിടിക്കുന്ന ആളാണ്. അല്ലേ? സഹിക്കല്ലേ? അത്യാവശ്യം മതി, അതുണ്ടല്ലോ. അത്ര സമയം കിട്ടുന്നുള്ളൂ. അതെ, പഠിക്കുന്നതിനെന്നാലും അതിലേക്ക് കുറച്ച് സമയം വരിക. അതെ, വേണം. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്തെ എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. വീട്ടിൽ മമ്മിയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അവർ നല്ല പാചകക്കാരായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി പഠിച്ചു കേട്ടോ. പിന്നെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹോബിയാണ് കുക്കിംഗ്. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുക്കിംഗ് ചെയ്യാറുണ്ട്. അമ്മയുടെ കൂടെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പല റെസിപ്പീസൊക്കെ അറിയാം. അപ്പൊ ഇതില് വിജയിക്കാന്ന് ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ കൂടെ എന്റെ ഒരു സഹായം കൂടെ ഉണ്ട് കേട്ടോ. നല്ല കുട്ടിയല്ലോ, ചട്ടകല്ലോ അമ്മനോട് വാങ്ങിയിട്ട് ഇളക്കുന്നുണ്ടല്ലോ. എവിടെയാ ഇളക്കുന്നത്? പക്ഷേ നമ്മളെല്ലാം അടുത്ത് വന്ന് നിന്നപ്പോ കൊച്ചിനൊരു പേപ്പറായിരുന്നു. പിന്നെ കുറച്ച് ബേജാറായതാ. അതെ,
കൊച്ചു ബേജാറായതാ. അതെ, മലപ്പുറത്ത് കോഴിക്കോട് വന്നാലേ ഇവിടുത്തെ ഭാഷ പറയണോ? ആ ശരി ഇത്താ. അത് ബേജാറ് അതല്ലേ ഞാൻ പറഞ്ഞ കോഴി ഇങ്ങനെ ബേജാറാക്കല്ലേ. അതെ, നിന്നെ ബേജാറാക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. ചേച്ചി ഞാനല്ലേ. വരൂ ചേച്ചി അതില്ലേ. ആ മൈക്കിങ് വന്നേ, അപ്പുറത്ത് പോയേ. ആ ചട്ടുകൊന്ന് പിടിച്ചേ. നമ്മള് പാചകം ചെയ്യോട്ടാ. ഞാൻ ലെഫ്റ്റ് ഹാൻഡറാ ആയിട്ടാ. അല്ല, ഞാൻ ആയിരുന്നു. എന്നെ അമ്മ തല്ലി 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 ഈ കൈ ആക്കി കഴിക്കുന്നത്. പക്ഷെ ഞാൻ ആ അതന്നെ. അപ്പൊ ഒന്ന് ഇളക്കൂ. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് എന്റെ അമ്മ പറഞ്ഞായിരുന്നു. ഇളക്കാം ഞാൻ. എന്താ ഇങ്ങനല്ലേ? നന്നായി ഇളക്കിയില്ലേ? ഇത്ത എങ്ങനെയുണ്ട് എന്റെ ഇളക്കൽ? അറിയാലോ കുട്ടി കലത്തിയാന്ന്. ഞാൻ പറഞ്ഞില്ല. ഇത്ത പണി അറിയൂല്ലേ? അറിയാം. അപ്പൊ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് പണി അറിയാന്നുള്ളത്. വീട്ടിൽ പോയി ചെയ്തോ. ഉറപ്പായിട്ടും. ഭക്ഷണത്തിന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലിനെ പഠിപ്പിച്ചതും അതാണ്. ഒരു ബിരിയാണി കിട്ടാനൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചണ്. പക്ഷെ നമുക്കത് വാങ്ങാനുള്ളൊരു അവസ്ഥ ഇല്ലായിരുന്നു വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഫസ്റ്റായിട്ട് ബിരിയാണി വെച്ചത് ഞാനാണ്. അതും ഒരു 9ാം ക്ലാസ്സിൽ നിന്ന്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ തേങ്ങാച്ചോറ്, ഇറച്ചി, പരിപ്പും കറി, എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ അതായിരുന്നു. നിങ്ങൾ ഈ കണ്ട അമ്മയൊന്നല്ല വീട്ടില്. എന്താന്ന് വെച്ചാല് പണിയെടുക്കാത്തതിന്, അതേപോലെ പഠിക്കാത്തതിന്, ഇങ്ങനെ കൊറേ പറഞ്ഞിതാക്കും. പക്ഷെ ഉണ്ടല്ലോ ഉമ്മാന്റെ ഫുഡ് അത് അടിപൊളിയാണ്. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് കഴിക്കാൻ പറ്റാത്ത എന്തെല്ലാം ഫുഡുണ്ട് അതൊക്കെ ഞാൻ ഇപ്പം എൻ്റെ 3 മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ അത് നല്ലൊരു അഭിപ്രായം കൂടിയാണ്. എന്റെ അമ്മക്ക് കുക്കിംഗ് അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആകെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരുമാണ്. പിന്നെ എനിക്ക് കുക്കിങ്ങിനായിട്ട് വല്ല താല്പര്യമില്ല, പക്ഷെ ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലും എനിക്ക് അതിനായിട്ട് ഇഷ്ടം ആക്ടിങ്, അതേപോലെ ഡാൻസിങ് ഒക്കെയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാചകക്കാർ മമ്പാടാണുള്ളത്. ആ മമ്പാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ എന്താണ് അമ്മയും മോളും കൂടെ ഒളിച്ചു കളിക്കുന്നത്? ഓലയുടെ അല്ലാണ്. ഓലയാണ്. നെയ്ച്ചോറ്റിന്റെ നെയ്ച്ചോറിന്റെ പന്തൻ ലീവ്സ്. വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇത്ത? Very interesting. Very. I mean, with style. It's biryani with style. നേരത്തെ അറിയോ, ഇവിടെ കുക്കിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്ത അവിടുന്ന് മോളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത്ത പറയണ പോലെ ഇങ്ങനെ അങ്ങോട്ട് അവളിങ്ങനെ സ്മെല്ലെടുക്കാ. അവിടെ ഇത്ത ഇപ്പോൾ ആദ്യമായിട്ടാണ് മടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ദാ ആനി ചേച്ചിയും അഭിദിത്യയും കൂടെ അവരുടെ കൂടെ ഞാനും നമ്മളെല്ലാരും ഒന്ന് പരിചയപ്പെട്ട് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മത്സരം ഇങ്ങനെ ആവേശത്തോടെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നല്ല സ്മെല്ലും. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. പല പല ബിരിയാണിയുടെ സ്മെല്ലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ചെറിയൊരു പാട്ടിലേക്ക് പോവാം. സോ ആനീസ് കിച്ചൺ കുക്കറി കോntest പവർഡ് ബൈ മൈജി, കോ പവർഡ് ബൈ ഫ്ലോറ ഫാന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക്, അസോസിയേറ്റ് സ്പോൺസർ കേരള ദിനേശ് ആൻഡ് ഫസ്റ്റ് പ്രൈസ് സ്പോൺസർഡ് ബൈ സൂപ്പർനോവ ഫുഡ് പ്രൊഡക്ട്സ്. 50,000 rupees ആണ്. ഒപ്പം അത് മാത്രമല്ല നമ്മുടെ ആനീസ് കിച്ചൺ ഒരു എപ്പിസോഡിലും വരാനുള്ള ഒരു ചാൻസും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് പ്രൈസ് കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് 30,000 ആണ് പ്രൈസ് വരുന്നത്. തേർഡ് പ്രൈസ് സദു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക് 25,000 rupees ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ നമുക്കിനി ചെറിയൊരു പാട്ടിലേക്ക് പോവാം. എൻ കൽബിലുള്ളൊരു പെണ്ണാണ് മുഞ്ചുള്ള മുഖമുള്ള സുഹറ. കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷി കണ്ണുള്ള സുഹറ. കരിവളയിട്ട് കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്. കരിവളയിട്ട് കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്. അവൾ നാണമുള്ളൊരു പെണ്ണ്, നാണമുള്ളൊരു പെണ്ണ് സുഹറ. ആഹാ ആഹാ സുഹറ കന്നിപ്പെൺ തരി. ആഹാ ആഹാ
ഒരു മണിയറ തീർക്കാം ഞാൻ, നമുക്കായി മണിയറ തീർക്കാം ഞാൻ. എൻ കൽബിയിലുള്ളൊരു പെണ്ണാണ് മുഞ്ചുള്ള മുഖമുള്ള സുഹറ, എൻ കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷി കല്ലുള്ള സുഹറ. കരിവളയിട്ട കയ്യാൽ ഒപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, കരിവളയിട്ട കയ്യാൽ ഒപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്. അവൾ നാണമു